ചൈനയും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് അമേരിക്ക തീരുവ കൂട്ടിയതിന് ശേഷം ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിൽ ഒരു വലിയ ശക്തിയായി വളർന്നു വരികയാണ്. അങ്ങനെ ഒന്നും ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് ചൈനക്കാർ മുഴുവൻ. അതായത് ഇനി കിങ് മേക്കർ അമേരിക്കയല്ല, അത് ഇന്ത്യയാണ് എന്ന് കൃത്യമായി വിളിച്ചു പറയുകയാണ് ചൈനയിലെ ഏറ്റവും വലിയ വ്യവസായി ആയ ജാക്ക് മാ. അതായത് ജാക്ക് മാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ആലിബാബ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ. അതായത് ബിസിനസ്സിൽ പലതവണ പരാജയപ്പെട്ടിട്ടും ഒടുവിൽ ലോകത്തെ ഏറ്റവും വലിയ ഇ കോമേഴ്സ് കമ്പനി കെട്ടിപ്പൊക്കിയ ബിസിനസ്സുകാരനാണ് ജാക്ക് മാ എന്ന അലിബാബ. അദ്ദേഹം ഇന്ത്യക്ക് അനുകൂലമായ വാക്കുകളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുകയും ചെയ്യുന്നത്. അതായത് ഇന്ത്യ അങ്ങനെ തോൽപ്പിക്കാനോ അടിച്ചമർത്താനോ ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിക്കൊണ്ട് അമേരിക്ക ജയിച്ചു എന്ന് വിചാരിക്കാനോ അമേരിക്ക നിൽക്കരുത്. അതിന് അമേരിക്കയ്ക്ക് കഴിയില്ല. ഇന്ത്യ തന്നെയാണ് പവർഫുൾ ആയിട്ടുള്ള രാജ്യം. അത് അമേരിക്ക മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു. അതായത് ഇന്ത്യ ലോകത്തെ തന്നെ ഗ്രേറ്റ് പവറായി മാറാൻ സാധ്യതയുള്ള രാജ്യം ഇന്ത്യയാണ് എന്നുള്ള ഒരു റിപ്പോർട്ട്. ആ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വളരെ അസ്വസ്ഥനായി ട്രംപ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് എങ്ങനെ ഇന്ത്യയെ തകർക്കാം, ഇന്ത്യയുടെ വ്യവസായ രംഗത്തെ എങ്ങനെ തകർക്കാം എന്നാലോചിച്ചുകൊണ്ടാണ് ട്രംപ് തീരുവ ഇനത്തിൽ വൻ വർധനവ് ഉണ്ടാക്കിയത്. ഇപ്പോ ആലിബാബ അല്ലെങ്കിൽ ജാക്ക് മാ പറയുന്നത് അമേരിക്കയുടെ ഇന്ത്യക്കെതിരെ പിഴ തീരുവ അടിച്ചേൽപ്പിച്ച തീരുമാനം വലിയ അബദ്ധമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ബിസിനസ് ലോകത്തിൽ അമേരിക്ക നിരന്തരമായി തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യ വിജയിച്ച് മുന്നേറുകയാണ് എന്നുമാണ് ജാക്ക് മാ പറയുന്നത്. അധികം വൈകാതെ ഇന്ത്യ തന്നെ ആഗോളതലത്തിൽ രാജാവായി മാറും. ഇത്രയും കാലം അമേരിക്കയായിരുന്നു കിങ് മേക്കർ. അവരുടെ ചെസ് കരുനീക്കങ്ങൾ അനുസരിച്ചായിരുന്നു ലോകം ഇതുവരെ നീങ്ങിയിരുന്നത്. പക്ഷേ നിശബ്ദമായി ഇന്ത്യ അമേരിക്ക പ്രതീക്ഷിക്കാത്ത ഒരു നിലവാരത്തിലേക്ക് ഉയരുകയാണ്. അമേരിക്ക അത് അനുവദിച്ചു കൊടുത്തത് കൊണ്ടല്ല ഇത് സംഭവിച്ചത്. അമേരിക്ക അതിലേക്ക് ഇന്ത്യയെ തള്ളി നീക്കുകയായിരുന്നു. ഒരാളെ നിങ്ങൾ കുറെ കാലം ഒതുക്കാൻ ശ്രമിച്ചാൽ അയാൾ പുതിയൊരു വഴി കണ്ടെത്തും. അതാണ് ഇന്ത്യ ചെയ്തത്. കഴിഞ്ഞ 10 വർഷം നോക്കൂ. അമേരിക്കയുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ ആശ്രയിച്ചിരുന്നത്, അമേരിക്കയുടെ പണം, അമേരിക്കയുടെ സ്വാധീനം. പക്ഷേ ഇന്ന് ഇന്ത്യ സ്വന്തമായ ടെക്നോളജി കെട്ടിപ്പൊക്കുകയാണ്. ഇന്ത്യ സ്വന്തമായ ഡിജിറ്റൽ ശൃംഖല, സ്വന്തം മുന്നണികളും കെട്ടിപ്പൊക്കുകയാണ്. പണ്ട് ബ്രിട്ടൻ ചെയ്ത അതേ തെറ്റാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തത്. സ്വന്തം കരുത്തിനെ ഉള്ളതിനേക്കാൾ ഊതിപ്പെരിപ്പിച്ച് കാണാൻ മറ്റ് രാജ്യങ്ങളുടെ കഴിവുകളെ അവർ വില കുറച്ചു കണ്ടു. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ വളരുവാനുള്ള ദാഹം വളരെ വലുതാണ്. ഇന്ത്യയിലെ ബിസിനസ്സുകാർ 18 മണിക്കൂർ നേരം വരെ ജോലി ചെയ്യുന്നു. അടുത്ത $100 കോടി ആശയം മുംബൈയിൽ പിറക്കുമെന്ന് അവർ സ്വപ്നം കണ്ടു. സിലിക്കൺ വാലിയിലല്ല, മുംബൈയിൽ. അമേരിക്ക ബജറ്റിനെ കുറിച്ച് തർക്കിക്കുമ്പോൾ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ ചൊവ്വയിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇന്ത്യയുടെ ജനസംഖ്യയും വലിയ ജനസംഖ്യയുടെ കരുത്ത ഇന്ത്യയെ ഒരു വികസ്വര രാജ്യമായി കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ത്യയെ ലോക നേതാവായി കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. ജാക്ക് മായുടെ യുൻ മോട്ടിവേഷൻ എന്ന യൂട്യൂബ് ചാനലാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയുടെ GDP വളർച്ച ആകർഷണമാണ്. അത് ടെക്നോളജി വരെ വിദേശത്ത് കയറ്റുമതി ചെയ്യുന്നു. ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ അമേരിക്കയെ ആശ്രയിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യക്കാർ സിലിക്കോൺ വാലിയിലേക്ക് പോകുന്നില്ല, പകരം സിലിക്കൺ വാലി ഇന്ത്യയെ തേടി വരികയാണ്. ഇങ്ങനെയാണ് സാമ്രാജ്യങ്ങൾ വിടുന്നത്. ഒരു ദിവസം കൊണ്ടല്ല, സാവധാനത്തിൽ കുറേശ്ശെയായി അത് വിടുന്നു. അതായത് അമേരിക്ക പൂർണ്ണമായും തകരും എന്ന് തന്നെയാണ് ജാക്ക് മാ അല്ലെങ്കിൽ അലിബാബ പറയുന്നത്. ഇന്ത്യ ഒരു രാജാവായി തീരും, ഇന്ത്യ ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാജാവായി മാറും എന്ന് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ വളർച്ച പൊടുന്നനെ ഉള്ളതല്ല, പടിപ്പടിയായാണ് ഇന്ത്യ വളർന്നത്. അതായത് നമുക്ക് ആരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇന്ത്യ പ്രതിരോധ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഒക്കെ ഒരു 10 വർഷം കൊണ്ട് ഇന്ത്യക്കുണ്ടായ അതിഭീകരമായ വളർച്ച അത് പറയാതിരിക്കാൻ കഴിയില്ല. ആയുധങ്ങൾ, ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള തദ്ദേശീയമായ ആയുധങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു. അക്ഷതീർത്ഥം എന്ന ആയുധം നിർമ്മിക്കുന്നു. ഇപ്പോ അമേരിക്കയ്ക്ക് മുകളിൽ കൂടി പറക്കാൻ കഴിയുന്ന തരത്തിലുള്ള, അതായത് അമേരിക്കയെ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈലുകൾ, അഗ്നി മിസൈലുകൾ ഇന്ത്യയുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. വളരെ ദൂര പരിധി കൂടുതലുള്ള മിസൈലുകൾ ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല സുഖോയി, F-35, S-400 പോലുള്ള മിസൈലുകൾ, F-35 വാങ്ങാനായി ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ള
വാർത്തകൾ നമ്മൾ കേട്ടു. അപ്പൊ അങ്ങനെ പല തരത്തിൽ ഇന്ത്യ ഇങ്ങനെ വളർന്ന് പന്തലിക്കുകയാണ്. സ്വാഭാവികമായും ഇന്ത്യ വളരുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് പോലും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധി പോലും ഇന്ത്യയുടെ വളർച്ചയെ എങ്ങനെ തടസ്സപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും മോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും, മോദിക്കെതിരെ പറയുന്നത് നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ നമുക്കതിനെ വിലയിരുത്താം. പക്ഷേ ഇന്ത്യക്കെതിരെ പറയുന്നതിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അപ്പോ രാഹുൽ ഗാന്ധി അടക്കമുള്ള ചില നേതാക്കൾ ഇന്ത്യക്കകത്തും ഇരുന്നും മറ്റു പലരും ഇന്ത്യക്ക് പുറത്തും ഇരുന്നും ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ കൊള്ളുകയാണ്. പക്ഷെ ഓരോ ഭാരതീയനും ഇന്ത്യയുടെ വളർച്ചയിൽ സന്തോഷവാനാണ്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, അവർ തമ്മിലുള്ള അധിക വ്യവസായിക ബന്ധങ്ങളുടെ കുറവൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു ചൈനയുള്ള ഒരു ആൾ തന്നെ, ഒരു വ്യവസായി തന്നെ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യവസായി തന്നെ പറയുകയാണ്, അമേരിക്ക അല്ല കിങ് മേക്കർ, അമേരിക്ക അല്ല രാജാവ്, അമേരിക്ക ഇനി അത് എത്ര ആവാൻ ശ്രമിച്ചാലും അമേരിക്ക അത് ഒരിക്കലും ആകില്ല. കിങ് മേക്കർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയെ അതിലേക്ക് തള്ളിവിട്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ഓരോ പ്രസ്താവനകളും, നിങ്ങളുടെ ഓരോ ഈ കാര്യങ്ങളിലും ഒക്കെയാണ് ഇന്ത്യ ഇതിലേക്ക് തള്ളിവിടാനുള്ള കാരണമായി തീർന്നത് എന്ന ഒരു ചൈനീസ് വക്താവ് അല്ലെങ്കിൽ ചൈനയുടെ ഒരു വ്യവസായി പറയുമ്പോൾ അതിനെ നമ്മൾ നിസ്സാരമായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നിസ്സാരമായി അതിനെ കാണുകയേ ചെയ്യരുത്. കാരണം പറയുന്നത് ചൈനയാണ്. 140 കോടി ജനങ്ങളുള്ള ഒരു വ്യവസായ രാജ്യം കൂടിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോകത്ത് മറ്റാർക്കുമില്ലാത്ത മാർക്കറ്റാണ് ഇന്ത്യക്കുള്ളത് എന്നുള്ളത്. 148 കോടി ജനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ആ 148 കോടി ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഒരു വികസ്വര രാജ്യം എന്നതിനപ്പുറം ഇന്ത്യ പെട്ടെന്ന് വികസിക്കുന്ന ഒരു രാജ്യമായി മാറണം എന്നുള്ളതാണ്. അത് നമ്മുടെ സർക്കാർ അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് വരുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ അതിന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 4ാമത്തെ ഗിയറും ഇട്ടു, ഇനി 5ാമത്തെ ഗിയറിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുകൂടി കഴിയുമ്പോൾ ഇന്ത്യയെ തകർക്കാൻ ഒരു ശക്തികൾക്കും കഴിയില്ല. പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും പാകിസ്ഥാനും ചൈനയ്ക്കും ഒന്നും ഇന്ത്യയെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എടുക്കുന്ന ഓരോ നിലപാടുകളും, ഇന്ത്യ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് തന്നെ വേണമെന്ന് പറയുന്നതും, വിമാനത്തിന്റെ എഞ്ചിൻ അടക്കം നമ്മൾ തന്നെ നിർമ്മിക്കണമെന്ന് പറയുന്നതും, നമ്മുടെ റോഡുകളുടെ വികസനവും, അങ്ങനെ എല്ലാ കാര്യത്തിലും ഇന്ത്യ ഒരു വല്ലാത്ത മാറ്റമാണ് കൊണ്ടുവരുന്നത്. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും നമ്മുടെ രാജ്യം മാറുന്നത് കണ്ടിട്ട്. അപ്പോ രാഹുൽ ഗാന്ധി ഒക്കെ ഇല്ലാക്കഥകൾ പറഞ്ഞു പ്രചരിപ്പിച്ച് അധികാരം നേടാനായി പറയുന്നത് പോലെ അല്ല ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത്. ഇന്ത്യ കൃത്യമായി വളരുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യ ഏത് ലെവലിലേക്ക് താഴോട്ട് പോകും എന്നുള്ള ഒരു ആശങ്ക ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും BJP അധികാരത്തിലേറ്റുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോ ചൈനയുടെ ഒരു ബിസിനസ് വക്താവ് തന്നെ പറയുന്നു, ഇന്ത്യ രാജാവാണ്, ആ രാജാവിനെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളത്.